ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. യെസ്, ഇന്ന് നമുക്കറിയാലോ മിഥുനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് നടക്കും, എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം ഗൈസ്. ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് മാച്ച്. അപ്പോൾ ഇന്നത്തെ കളി അത് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കളിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കളിക്കുന്ന പോലെ 4 പേരുടെ ഒപ്പമല്ല, നമ്മളിന്ന് 100 പേരുടെ അല്ല 50 പേരോടാണ് ഇന്ന് നമ്മൾ മാച്ച് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ സംഭവിക്കാം കണ്ട് തന്നെ അറിയാം. കുറേ നാളായി നമ്മൾ കളിച്ചിട്ട്, സത്യം പറയുകയാണെങ്കിൽ കുറേ ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കുറവുകളും ഞങ്ങൾക്കുണ്ട്. എന്നാലും ഇതിലുണ്ടാവില്ല, ഇതിനെപ്പോഴും കളിക്കുള്ള ഗഡിമോനാണ്. പക്ഷെ ഞാനങ്ങനെയല്ല, ടൈമിലാണ് ഞാൻ കളിക്കുന്നതൊക്കെ. അപ്പോൾ ഉള്ള ടൈം വെച്ചിട്ടാണ് നമ്മൾ കളിയും എല്ലാം. അപ്പോൾ അതിൻ്റെ കുറവുകൾ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു തന്നെ അറിയാം എത്ര കൊണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും, കളിക്കാൻ പറ്റും എന്നൊക്കെ. എന്തായാലും കളി നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വിമാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ജംപ് മാസ്റ്റർ ഞാനാണ്. എവിടെ ഇറങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. കാരണം 2 പേർ 2 വശത്തോട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടേതായ വശത്തോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ചാടേണ്ട സമയമായി. പക്ഷേ ഞാനും ഇതിനാണ് ഒരുമിച്ച് പോകുന്നുള്ളൂ. മറ്റോ 2 പേരും വേറെ വേറെ വശത്തേക്കാണ് പോകുന്നത്. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ലാൻഡ് ചെയ്യാം. അതായിരിക്കും കമ്പാരിറ്റീവ്ലി ബെറ്റർ. ഇവിടെയാണെങ്കിൽ ലൈഫിൻ്റെ ഒരു സാധനമുണ്ട്. പിന്നെ അതേപടി തന്നെ നമുക്ക് ലൂട്ടും കളക്ട് ചെയ്യാം. എനിമീസിനും കിട്ടിക്കോളും, പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റ് ഇറങ്ങുന്ന സമയത്ത് തന്നെ എനിമീസ് വന്നിട്ട് അടിക്കുമെന്നാണ് എൻ്റെ പേടി. അപ്പോൾ എന്തായാലും നമുക്ക് ഞങ്ങളുടെ ഗണ്ണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാം. അതിനൊന്നൊരു കുറവും വേണ്ട. ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഇപ്പോൾ ഗണ്ണും കാര്യങ്ങളൊക്കെ ഓരോന്നുമില്ല, കുഴപ്പമില്ലാത്ത കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തോംസൺ എടുക്കാം. തോംസൺ ആയിരിക്കും കമ്പാരിറ്റീവ്ലി ബെറ്റർ. അപ്പോൾ എന്തായാലും തോംസണും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഗണ്ണൊക്കെ വന്നിട്ടുണ്ട്. P40. യെസ്, P40 ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. നമ്മളത് ചൂസ് ചെയ്തു. ബെറ്റർ സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുന്നത് തെറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മിഥുൻ്റെ അവിടെ സെറ്റായിട്ട് നിൽക്കുന്നത് വെച്ചാൽ മിഥുൻ്റെ അവിടെ ഒരു എനിമീനെ കണ്ടൊരു ഫീലുണ്ട്. അതാണ് ഞാനിവിടെ നോക്കിയിരുന്നത്. പക്ഷെ ആരും കണ്ടിട്ടില്ല. കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഗൺ സെലക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനിപ്പോൾ അവൻ്റെ പിന്നാലെ പോകുന്നത് കാരണമുണ്ടല്ലോ, എനിമീസിനെ മറ്റേ റെഡ് മാർക്കോടെ കത്തിയിരുന്നു. പിന്നെ കുഴപ്പമില്ല ഒന്നും ചെക്ക് ചെയ്യേണ്ടി നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടിയെ പോയിട്ട് നമ്മുടേതായ രീതിയിൽ അടുത്ത കളക്ഷൻസ്, എന്ത് മെറ്റീരിയൽ അല്ലെങ്കിൽ ലൂട്ട് കളക്ട് ചെയ്യാൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും സാധനങ്ങൾ മേലെ, പക്ഷേ സ്കൈ ഉണ്ട് നിങ്ങൾ സീനില്ലേ, മറ്റെന്താ പറയുക, വെസ്റ്റേൺ ലൈറ്റ്സോ അങ്ങനത്തെ സാധനമൊക്കെ അടിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കുന്നതല്ല ആ സാധനമല്ലേ. പൊള്ളി മോഡ് ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും എൻ്റെ ദൈവമേ. അപ്പോൾ എന്തായാലും നമുക്കിനി ഗൺ സെലക്ഷൻ. പക്ഷെ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊരു അനക്കല്ല. നമ്മൾ ഒരു സ്റ്റക്കായൊരവസ്ഥ. വേറെ ഒന്നും ഇപ്പോൾ എനിമീസിനും കാണാനില്ല, ഒന്നും ചെയ്യാനില്ല. ലൂട്ടൊക്കെ എടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞു എടുത്തില്ല, അടി വരുന്നുണ്ടല്ലോ ഉറച്ച. ഓ സൈഡിൽ പണി അതല്ലാണ്ട് കില്ലും കൺഫേം ആക്കണം. നമ്മൾ വീഴ്ത്തിയിരിക്കുന്നു, അവൻ നമ്മൾ അടിച്ച് വീഴ്ത്തിയിരിക്കുന്നു. അല്ല പിന്നെ ഇപ്പം എന്തായാലും അവൻ്റെ കില്ല് നമ്മൾ കൺഫേം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ എന്തെങ്കിലും ലൂട്ട് എങ്ങാനും കിട്ടുകയാണെങ്കിൽ നമുക്കത് എടുത്തിട്ട് പോവാം. ഇപ്പോൾ ആവശ്യമുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മറ്റേ പുല്ലായി മാറി. നമുക്ക് അതിൻ്റേതായ ഒരു ഇതില്ല. നമുക്ക് ഇതിടാനല്ല, ക്രോണ ഇടാനുള്ള കഴിവല്ലേ ഉള്ളൂ. എവിടെയോ എന്തൊക്കെയോ ഞാൻ മിസ് ചെയ്തിരിക്കുന്നു. കാരണം എനിക്ക് സത്യം പറയട്ടെ, എപ്പോഴും കളിക്കാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിലുള്ള അറിവ് കുറവുകൾ കുറേ ഉണ്ട്. അതൊക്കെ നമ്മളെന്ന് പറയുമ്പോൾ പാർട്ട് ഓഫ് ദി ഗെയിം ആയിട്ട് ചെയ്യുകയാണ്. ഓരോ ടൈമിൽ നമുക്ക് അറിയാവുന്ന നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് കളിക്കാം. നമ്മളിതിന് കൂടുതൽ റിസർച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ബട്ട് ദിസ് ഫോർ ഫൺ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യം നമ്മൾ ചെയ്യുക. അതാണല്ലോ നമ്മുടെ മെയിൻ പെർസ്പെക്റ്റീവ്. ആ രീതിയിൽ നമ്മൾ കളിച്ച് നടക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും വീണ്ടും ലൂട്ട് കളക്ഷൻ തുടങ്ങുന്നുണ്ട്. ഇതിനാണ് സാധനം ഓടണത്, വേറെ എനിമിയാണെന്ന് വിചാരിച്ച്. ഇപ്പം കിട്ടിയതിന് ഇതിൻ്റെ വേണ്ട, നീ മര്യാദയ്ക്ക് നടന്നോ. കാരണം ഗണ്ണെന്ന് പറഞ്ഞാൽ അത്ര ആക്യുറസിയിലാണ് ഞാൻ പിടിക്കുള്ളൂ. അറിയാലോ എനിക്ക്, പോട്ട് ചെയ്യാൻ തലയാണ്ട് തെറിക്കും. അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും ഗണ്ണ് വേറെ നല്ലത് കിട്ടി ഗൈസ്. MP40 കിട്ടി ഗൈസ്. വീണ്ടും മാറ്റൽ ഒരു സ്നൈപ്പറിൻ്റെ കൂടി കുറവുണ്ട്. അതോടെ കിട്ടി കഴിഞ്ഞ് സെറ്റായാൽ. അപ്പോൾ നമ്മളെന്തായാലും വീണ്ടും എനിമീസിന് തപ്പിയിട്ടുള്ള യാത്രകൾ വീണ്ടും തുടങ്ങുകയാണ്. ബോറടിക്കുന്നുണ്ട് ഗൈസ്, ചിലപ്പോൾ ചെറുതായിട്ട് ബോറടിക്കും. കാരണം എനിക്ക് ചെറുതായിട്ട് ബോറടിക്കും കേട്ടോ. എനിമീനും കാണുന്നില്ല ഒരു മറ്റേതാണെങ്കിൽ അതാണ് ഞാൻ ഇപ്പോൾ അത് കളിക്കുന്നത്. കൺമുൻപിൽ കിട്ടും ഓരോരുത്തന്മാരെ.
നമുക്ക് അടി പെട്ടെന്ന് കിട്ടും, നമ്മൾ ഡെഡാവും ചെയ്യും, അത് വേറെ കഥ. പക്ഷെ എന്നാലും അതിനാകുമ്പോൾ ആ ഒരു പെട്ടെന്ന് ആ ഫുൾ ടൈം നമുക്ക് ത്രില്ലിങ് എലമെൻ്റ് ഉണ്ടാവും. പക്ഷെ ഇതിലാകുമ്പോൾ നമുക്ക് അത്രയും എപ്പോഴും ത്രില്ലിങ് എലമെൻ്റ് ഉണ്ടാവില്ല. ഇതിനല്ലേ മേലെ നിൽക്കുന്നത്. നമുക്ക് അവൻ ഇനി അതുമേ റോപ്പിൽ കയറിയിട്ട് മേലേക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെയാണെങ്കിൽ അതിന് സമ്മതിച്ചു കൂടാ ഗൈസ്, നമുക്ക് പോകണം. അല്ല പിന്നെ ഇതിനെ ഞങ്ങളും ഉണ്ടാകും, കൊണ്ടുപോകും പ്ലീസ്. ആശാന്ത് എങ്ങനെ കയറി? ഓ, ഇവിടെ ടയർ ഇട്ടിട്ടുണ്ട്, ടയറിൻ്റെ മേലെ ചാടി കയറി. നമുക്കും ചാടാൻ ഗൈസ്. പക്ഷേ ചാടിയെത്തോ ഇങ്ങനെ തോന്നി. നമുക്ക് ഇങ്ങനെ ചാടി സൈഡിലേക്ക് നീങ്ങാം. യെസ്, അങ്ങനെ നമ്മൾ മേലോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവനെന്ത് വിളിച്ചിരിക്കണേ? ഞങ്ങൾ പോട്ടെ, ഇത് ഒന്ന് റൈഡ് ചെയ്തിട്ട് വരാം. ഇവിടെ ഒന്നും എഴുതി കാണിച്ചാൽ ചെക്കൻ എന്തെങ്കിലും പറയാൻ മാത്രം. ലെറ്റ്സ് ഗോ. എവിടെ ആരാ? അയ്യോ, ഞാൻ ക്രോണ ഇട്ട് വെച്ചു. ഇത് പടി കണ്ട, പടി വരുന്ന കണ്ടപ്പോൾ അത് ഇതിന് ചിലപ്പോൾ പണിയുണ്ടാവും. സോറി മാൻ, കാരണം സേഫാകാൻ വേണ്ടി ഇട്ടതാ. പക്ഷെ നീ അവനെ അടിച്ച് കില്ല് ചെയ്തല്ലേ, എടുക്കാം എന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇതിനെ. അപ്പം എന്തായാലും നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം ഗൈസ്. നമുക്ക് വലിയ ഉപകാരം ഒന്നും ഉണ്ടായില്ല, ആരെയും കില്ല് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഇത് ഞാൻ അവിടെ ഉണ്ടാവും. വേഗം വാ, ഒരുമിച്ച് പോവാം. പുതിയ രീതിയിലുള്ള ഇലക്ട്രിക്കൽ രീതിയിലൊക്കെയാണ് ഇപ്പം നമ്മളെ മറ്റേ റോപ്പിലൊക്കെ കൊണ്ടുപോകണം. സാധാരണ നമുക്ക് കയറിട്ട് കൊണ്ടുപോകേണ്ട ആൾക്കാരാണ്. സീൻ എന്നെ കാലത്തിൻ്റെ ഒരു പോക്കേ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാവും. അപ്പം എന്തായാലും വീണ്ടും നമുക്ക് ലൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ കളക്ട് ചെയ്യാം. അതേപടി തന്നെ എനിമീസിനെ കണ്ടു കഴിഞ്ഞാൽ അവരെ കില്ലും ചെയ്യാം ഗൈസ്. ബട്ട് ആരെയും നമുക്ക് ഇവിടെ കാണുന്നില്ല. നമുക്ക് എന്തായാലും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇതൊക്കെ ഉള്ളല്ലോ കളി, വേഗം പോവാം. അപ്പോൾ ഇതിന് മെല്ലെ കയറിയിട്ട് ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കാണ്ട് സ്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ. ഓ, ഇവിടുന്ന് കോയിൻസും നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇതെന്ത് സബ്വേ സർഫാ. എന്തായാലും നമുക്കിനി ഇവിടെ ഈ പെട്ടെന്ന് ഇറങ്ങുന്നിടത്തിൽ എനിമീസ് ഉണ്ടാകുന്ന വരുന്നുണ്ട് ടെൻഷൻ. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അവിടെ അടുത്തുനിന്ന് ഓടുന്നുണ്ടല്ലോ ഗൈസ് തോന്നി. ഓ, സ്നൈപ്പർ ഉണ്ടെങ്കിൽ പൊളിച്ചേനെ. ഇതുള്ള വെച്ചിട്ട് വീഴ്ത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അവനാണെങ്കിൽ ഈ മരത്തിൻ്റെ അടുത്ത് ഏതാണ്ട് കബറെടുത്ത് പോവുകയും ചെയ്യും. സ്നൈപ്പർ ഇതാണിപ്പോൾ ഒരു സ്നൈപ്പറിൻ്റെ ആവശ്യം ഞാൻ പറയാൻ കാരണം. ഇതിൽ പോയിട്ട് നിൽക്ക് കൊടുക്കാൻ പറ്റും. ഓ, എക്സൈറ്റിൽ അടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ എവിടെയും നിൽക്കുന്നില്ല. പ്രാന്ത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓടിയെത്തുമോ? നമുക്ക് നോക്കി നോക്കട്ടെ. മാക്സിമം അവൻ്റെ തലനാരിട്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പം പൂശണം, എന്നാലേ കാര്യമുള്ളൂ. ഇവനവിടെ പോയോ കാണുന്നില്ല. എനിമിക്കുട്ടാവും. ഒന്ന് വെയിറ്റ് ചെയ്യണ്ടേ? ഞാൻ വരുന്നില്ലേ? മാക്സിമം അടി കൊടുത്തതിൻ്റെ ലൈഫ് കുറച്ചുണ്ട്. ഇത് വേറൊരുത്തനാണല്ലോ. ഇനി അവനെങ്കിൽ അവൻ അടിച്ചിടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ഓ മൈ ഗോഡ്, അവൻ്റെ ഒരു സ്നൈപ്പറാണ് ഗൈസ്. നമ്മൾ ക്രോണ ഇട്ടിട്ടൊന്നും വലിയ കഥ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്തായാലും ആശാൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ലൈഫൊക്കെ കയറ്റി. ഓ, എവിടെ നിന്നൊക്കെ അടി വരുന്നു ഗൈസ്? 2-3 അടി ബോംബും. എൻ്റെ പൊന്നടി, ഞാൻ നോക്കി മാപ്പിൽ നോക്കി 3-4 എന്ത് വട്ടട്ടൊക്കെയാണല്ലോ തന്നെ. എടാ മോനെ സീനാണ്. ഇതാ മിഥുനൊക്കെ അങ്ങോട്ട് പോകണം. മിഥുനെ സൂക്ഷിച്ചു പോ, പണി വാങ്ങിക്കല്ലേ കുട്ടാ. ജയിറ്റാൻസി ചെക്കനെ രക്ഷിക്കാൻ ഉള്ള പോക്കാണ്. വേഗം മുടുക്ക. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. വേഗം പോട്ടെ. ഓ, വേറെ ഒരുത്തനുണ്ട് കേട്ടോ എൻ്റെ അവിടെ ഉള്ളത്. എവിടെ നിന്നൊക്കെ എനിക്ക് അടി വന്നതെന്ന് ഉരുപ്പിടത്തില്ല ഗൈസ്. തല്ലങ്ങും കിട്ടി. വേറെ ഒരുത്തന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇതിനാണ് നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. സീൻ എന്നെ ഇതിനില്ലായിരുന്നെങ്കിൽ താനിന്നാനേ അല്ലേ? സീനാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. വേഗം രക്ഷിക്കും. നമ്മൾ തിരിച്ചു വന്നിരിക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടാടാം. അല്ല, ഞാൻ വീണ്ടും ചാവുന്നു തോന്നുന്നു. പക്ഷേ ഇപ്പം കൂട്ടായിട്ട് നമ്മൾ അടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം 3 പേര് ഒറ്റടിക്കുക. എന്നിട്ട് നമ്മളത്രയും ഭയമാണ് ഒറ്റയ്ക്ക് വരണ്ടേ. മോശമായി. അപ്പോൾ എന്തായാലും നമുക്ക് മിഥുൻ്റെ ഒക്കെ ഏകദേശം അടുത്ത് പോയിട്ട് നമുക്ക് ഇറങ്ങണം. മിഥുനവിടെ പക്ഷേ മാറിപ്പോയോ? പക്ഷെ മിഥുന് അടി കിട്ടി ഗൈസ്. മിഥുന് വീണു. അപ്പം മിഥുൻ്റെ ലൈഫ് കയറ്റാൻ പറ്റിയ സാധനം ഇവിടെ ആ ഒരു സാധനം ഉണ്ട്. ചെക്കൻ നമ്മളെ രക്ഷിച്ചിട്ട് ചെക്കൻ ഡെഡോ സമ്മതിക്കൂല ഞാൻ. അവന് ജീവിപ്പിച്ചിട്ടുള്ള കളി ഇനി മതി.
അവനെ ജീവിപ്പിക്കാൻ മറ്റേ സാധനം എവിടെയാ ഒരു കാണുന്ന സ്റ്റേഷനറി സാധനം വാങ്ങിക്കാൻ പറ്റിയത് ലൈഫൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിൻ്റെ അകത്താണോ? കാണുന്നില്ല ഇതല്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിലാവാനാണ് സാധ്യത. അപ്പുറത്തെ വീട്ടിൽ അറ്റത്തെങ്ങാനും ഇതല്ലല്ലോ, ഇവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ ആ പെട്ടി കണ്ടപ്പോൾ ചിലപ്പോൾ ഞാൻ അതാണോ എന്ന് വെച്ചു. അതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് അതിന് വല്ല എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. ചെക്കനെ ഇറക്കണം. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഡെഡായി. ഇതിനെങ്ങനെ ഇറക്കില്ല ശരിയാവില്ല. ഇതെന്താ സോൾഡർ അവൈലബിൾ? ഇതൊന്നും കാര്യമില്ല, ഇതൊന്നും അല്ല. ചേടാ ഇനിയിപ്പോൾ വീണ്ടും മറ്റോ ലൈഫിൻ്റെ അവിടെ പോകണമല്ലോ. ഇവിടെ അടുത്ത് ലൈഫ്, അവിടെ ഒരു ലൈഫ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് എന്തായാലും നമുക്ക് നമ്മുടെ പിള്ളേരെ സേവ് ചെയ്യാം. അല്ലാണ്ട് നടക്കാൻ സാധ്യതയില്ല. രണ്ടാമത്തെ പ്ലെയർ, നമ്മുടെ ടീമിലത്തെ രണ്ടാമത്തെ പ്ലെയർ ആരാന്ന് നമുക്കറിയില്ല. ഇറ്റ്സ് എ റാൻഡം പ്ലെയർ റൈറ്റ്. അപ്പോൾ ആൾ എന്തായാലും പോയിട്ടുണ്ട്, മതിയായി തോന്നുന്നു ആൾക്ക്. പക്ഷേ നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ ചെക്കന്മാരെ നമ്മുടെ ലൈഫ് കളഞ്ഞാലും നമ്മൾ ഇറക്കിയിരിക്കും. അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. അതായത് നമുക്ക് മാക്സിമം അവിടെ പോയിട്ട് ലൈഫ് അടിച്ചെടുക്കാം, എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. നമുക്ക് നോക്കി നോക്കാം. ഇത്തിരി ഡേഞ്ചറസ് ആണ്, ഫാക്ടറി ഏരിയയിലാണ്. ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞ് സ്നൈപ്പറൊക്കെ നോക്കി ആൾക്കാരോട് ഇരിക്കുന്നുണ്ടാവും. എന്തായാലും പിള്ളേരെ ഇറക്കാൻ പറ്റുമെന്നുള്ള കളി നോക്കിയിട്ട് തന്നെ മതി. ക്രോണ ഇടാം, ഒരു സേഫായിട്ട് രീതിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അങ്ങോട്ട് ചുറ്റും നോക്കുന്നുണ്ടോ, ആരെങ്കിലും ഓടി വരുന്നുണ്ടോ? കാരണം ഇപ്പോൾ നമ്മൾ ലൈഫിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മേലേക്കൊരു ലൈറ്റ് പോകും ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈസിലി എല്ലാവർക്കും അത് ആക്സസിബിൾ ആണ്. ഒരാളിവിടെ നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് ലൈഫ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അടി കിട്ടാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും യെസ് ഗൈസ്, നമ്മളങ്ങനെ ഇതിനും വേറൊരുത്തിനും നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. ചെക്കന്മാർ വരട്ടെ, എന്നാലാണ് കഥയുള്ളൂ. കഥ മുന്നോട്ട് പോകണ്ടേ, ഞാൻ ഒറ്റയ്ക്ക് മാത്രമായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ടീംമേറ്റ്സൊക്കെ ലാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടേക്ക് ലാൻഡ് ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും അവന്മാരുടെ അടുത്തേക്ക് പോകുന്ന രീതിയിലോട്ട് പോവാം. ഒരു എനിമീസിനെ കാണുകയാണെങ്കിൽ അവന്മാർക്ക് നല്ല കൊട്ടും കൊടുക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഗണ്ണും കാര്യങ്ങളൊക്കെ സെലക്ഷൻസൊക്കെ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. വെസ്റ്റേൺ ലൈറ്റ്സ് കണ്ട സീനിലെ എന്തായാലും ആകാശം കാണാൻ നല്ല ഫീൽ ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും എനിമി നമ്മുടെ കൺമുൻപിൽ പെട്ടിട്ടുണ്ട്. നമുക്ക് സ്നൈപ്പർ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് എപ്പോഴും ഞാൻ പറയുന്നു. വീണ്ടും എനിമീസിന് വേണ്ടി അടിച്ചടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ കവർ എടുത്ത് നിൽക്കാന്ന് വെച്ചു. ഇവൻ എന്താ കാട്ടണേ? അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ട് ഓടണോ? ഇവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സംതിങ് ഈസ് കുക്കിംഗ് മാൻ. ഒന്നെങ്കിൽ എനിക്കുള്ള പണിയായിരിക്കാം, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം. എന്തായിരിക്കും? കാണുന്നില്ല. ആ സൈഡിലുണ്ട്. നമുക്ക് കയറി ചെന്നിട്ട് തന്നെ അടിക്കാൻ പറ്റുമെന്ന് നോക്കും. ഞാൻ അവൻ്റെ ആൾക്കാരവിടെ ഉണ്ടോയെന്നാണ് എൻ്റെ ഒരു ടെൻഷൻ. നേരത്തെ പണി കിട്ടിയത് അങ്ങനെയാണ്. അവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഉണ്ടായിരുന്നത് പണ്ടാരടങ്ങാൻ. അവസാനം എനിക്ക് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ അടി കിട്ടി നമ്മൾ ചത്ത്. ഇതിപ്പോൾ ഒരുത്തെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഒരുത്തനെ തപ്പിയിട്ട് വേറെ ആരെയും കാണുന്നില്ല. സേഫ് ആവുമെന്ന് വിചാരിക്കുന്നു. അവൻ അടിച്ചിടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൂടി എൻ്റെ നെഞ്ചത്തേക്ക് വരാതിരുന്നാൽ മതി. എൻ്റെ പൊന്നേ, എവിടത്തേക്കോ അടി വന്ന് നമ്മൾ ചത്ത്. അവൻ തന്നെ അടിച്ചതാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ടീമായിട്ടാണ് ഇവന്മാർ. എൻ്റെ ദൈവമേ, നമ്മുടെ പ്ലാനിങ് ചതിച്ചും ഇതിനെ ചതിച്ചു. ഞാൻ ചത്തടാ. അതിനെ രക്ഷിക്കാൻ സ്കോപ്പുണ്ടോ? സ്കോപ്പ് ഉണ്ടെങ്കിൽ രക്ഷിച്ചാൽ മതി ഇതിനെ, അല്ലെങ്കിൽ സീനാവണ്ട. ഇതിനോടുന്നുണ്ട്, മറ്റവനോടുന്നുണ്ട്. നടക്കട്ടെ. എന്തായാലും ലൈഫ് കൊടുത്തിട്ട് ഇവന്മാർ ഇറക്കിയത് എന്തായാലും നന്നായി. അവസാനം കളി കാണാൻ ഇവരെങ്കിലും ഉണ്ടായി. ദാറ്റ്സ് മാൻ പവർ. അതായത് പിള്ളേർ കളിക്കട്ടെ, നമ്മൾ കളി കണ്ടുകൊണ്ടേയിരിക്കാം. എന്തെങ്കിലും നടക്കാമെന്ന് വെച്ചാൽ ഇപ്രാവശ്യം അങ്ങനെ കില്ലൊന്നും കിട്ടിയിട്ടില്ല. പോട്ടെ, എപ്പോഴും നമ്മൾക്ക് വിജയം മാത്രം ഉണ്ടായി ശരിയാവില്ലല്ലോ. ഇടയ്ക്ക് തോൽവികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് സഹിക്കാൻ തന്നെ, വേറെ വഴിയൊന്നുമില്ല. അവിടെ ഇതിന് അടി ക്രോണോട്ടിട്ടും വലിയ കഥയുണ്ടോ? അവിടെ മാറിട. എൻ്റെ അതേ ഇതിനും കിട്ടി. ചേടാ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല. അവിടെ അവസാനം 3 പേരടാ, 3 പേരും കൂടെ ഉള്ളൂ. ആ 2 പേരാണ് ഇതിനടിച്ചിട്ട്. ചേടാ, അവസാനം വരെ എത്തിച്ചോ നമ്മൾ. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അതിൽ കില്ലേ ചെയ്തിട്ടില്ല എന്ന്. കില്ല് ചെയ്ത് ആദ്യത്തിലൊരു കില്ല് ചെയ്തതാണ്. പിന്നെ രക്ഷിക്കാനും ഇതൊക്കെ വേണ്ടി നടന്നതാണ്. പിന്നെ അവനെന്നെ രക്ഷിക്കുന്നു, ഞാൻ അവനെ രക്ഷിക്കുന്നു. അതായിരുന്നു എൻ്റെ ഫുൾ മോട്ടീവ്. എന്നിട്ട് എന്തായി, അവസാനം നമ്മൾ ജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നമ്മുടെ ടീമേറ്റ്സ് അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ ഇനി ഒരാളാണ്, 3 പേരാണ് ബാക്കി. അതിലത്തെ ഒരാളാണ് നമ്മൾ. അതുകൊണ്ട് വി ഷുഡ് ബി സോ വിജിലൻ്റ് അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അവൻ്റെ ഫ്രണ്ടിൽ 2 എനിമീസ് ഉണ്ട്. നമുക്കതിൽ ആ മാപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. സൂക്ഷിക്കും മോനെ, പണി വാങ്ങിക്കല്ലേ. ഞങ്ങളോ ചത്ത്, നീ ചാവല്ലേ. നമുക്ക് പോയി അടിക്കാനുള്ളതാണ് ഗൈസ്. പറഞ്ഞു ആയിട്ടില്ല. നേരെ എണ്ണാക്കി കടി കിട്ടി. എന്തായാലും ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദ ടീംമേറ്റ്സ്.
അപ്പോൾ എന്തായാലും ഈ കളി ഇവിടെ നിർത്താണ്. അപ്പോൾ ഈ കളി കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. എന്തായാലും കീപ്പ് വാച്ചിങ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.